ഹായ്, നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പല ബൈസൈക്കിളിൻ്റെ റിവ്യൂസ് തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാൻഡ് ഓൺ റിവ്യൂ ആണ്. ഉപയോഗിച്ച ഒരാളുടെ കറക്റ്റ് ഫീഡ്ബാക്ക്. നമ്മുടെ കൂടെ അടിപൊളി സ്റ്റണ്ടർ ഉണ്ട്. മീറ്റ് മിസ്റ്റർ ഋഷി. സോ അപ്പോൾ ബൈസിക്കിൾ കുറേ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിലവിൽ ഏത് ബൈക്കാണ് യൂസ് ചെയ്യണത്? ഞാനിപ്പോൾ നിലവിൽ ക്രേഡിയാക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. ഞാൻ മുന്നും ക്രേഡിയാക്കി തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ നല്ല വണ്ടിയാണ്. ഞാനിപ്പോൾ 2-3 വർഷമായി ഞാനിപ്പോൾ യൂസ് ചെയ്തായിരുന്നു. ഓക്കെ, ക്രാഡിയാക്കിൽ കണ്ട പ്രത്യേകത എന്താണ്? ഡ്യൂറബിലിറ്റി, അതിനാണ് മെയിൻ. ഞാനിപ്പോൾ പല യൂസ് ചെയ്യും, അതായത് പല ടെറൈനിൽ ഞാനിത് യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ എല്ലാം കൊണ്ടും ഒരു 10x10 ബൈക്കാണിത്. എനിക്ക് എന്തായാലും ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ് ഞാനിത്. ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് നമ്മൾ ബൈസൈക്കിൾ ചെയ്യുന്നുണ്ട്, സ്റ്റണ്ടിങ് പോകുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളൊരു സൈക്കിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് മെയിൻലി നമ്മൾ നോക്കുന്ന കാര്യം എന്തായിരിക്കും? മെയിൻലി അതിൻ്റെ ഫ്രെയിമാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ പ്രത്യേകത പറയുന്നത് എന്താ? ഡ്യൂറബിൾ ആണെന്നാണോ? ഡ്യൂറബിൾ ആണ്, സ്ട്രോങ് ആണ്, നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത്ര നാൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു, എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യും, ക്രേഡിയാക്കി സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് കൂടാണ്ട് സ്റ്റണ്ടിങ് അല്ലാണ്ട് ലോങ് റൈഡിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചില ആൾക്കാർ പറയും സസ്പെൻഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതെ, അതങ്ങനെ തന്നെയാണോ? അതെ, അങ്ങനെ തന്നെയാണ്. കാരണം സസ്പെൻഷനാണ് മെയിൻ കാര്യം ഇരിക്കുന്നത്. കാരണം നമ്മൾ ഏത് ടെറൈനിൽ പോയി കഴിഞ്ഞാലും ആ ടെറൈനിൽ നമുക്ക് നല്ല സ്മൂത്തായി പോകണം കാര്യങ്ങൾ. ബാക്കി മാർക്കറ്റിൽ ഒരുപാട് സസ്പെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ക്രേഡിയാക്കിൽ വരുന്ന ഷിമാനോയുടെ SR സൺടൂർ അത് ഓക്കെയാണ്, അടിപൊളിയാണ്. ഇതിപ്പോൾ ഏത് ടെറൈനിലും റൈഡിങ് കംഫർട്ട് സ്മൂത്ത് ആയിരിക്കും. ഓക്കെ. പിന്നെ ഈ ഷിമാനോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടല്ലോ, ഷിമാനോ ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്താ വരുന്നത്? പെർഫോമൻസ് ആണ്, ബൈറ്റ് ഫോഴ്സ്, അതിൽ തന്നെ റിലയബിലിറ്റി. നമുക്ക് ഇത് എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. പിന്നെ എന്താ പറയുക, ഈസി ടു ആക്സസ് ആണ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് എളുപ്പമാണ്. ഓക്കെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ആണ് മെയിൻ. ബൈറ്റ് ഫോഴ്സ് പക്കയായിരിക്കും, റിഫൈൻമെൻ്റ് ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ഭംഗിയുള്ളൊരു ബൈസൈക്കിളാണ്. സോ ഇത് ഋഷി കസ്റ്റമൈസേഷൻ ചെയ്തതാണോ? ഇല്ല, ഞാനിത് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടില്ല. ഇത് ഓൾറെഡി ഒരു പ്രോപ്പർ പാക്കായിട്ടാണ് വന്നേക്കുന്നത്. ഇതിലെനിക്ക് കസ്റ്റം ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഇതിനിപ്പോൾ ബ്രേക്കിംഗ് ആയിക്കഴിഞ്ഞാലും സസ്പെൻഷൻ ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ ബാക്കിലെ ഹബ്ബ് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലും ടോട്ടലി പക്കയായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഈ ലോക്കൗട്ട് ഇത് ആക്ച്വലി യൂസ്ഫുൾ ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടെറൈൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇപ്പോൾ നമ്മൾ ലോങ് ട്രാവൽ, അതായത് റോഡിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിത് ലോക്ക് ഓൺ ചെയ്തിടാം. ലോക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സസ്പെൻഷൻ സ്റ്റിഫായി നിൽക്കും, അതായത് അടിയില്ല. അപ്പോൾ നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ, അതായത് കയറ്റമൊക്കെ കയറുമ്പോൾ നമുക്കധികം ഹെവി യൂസ് വരുന്നില്ല. മറ്റേതാകുമ്പോൾ ലോക്കിനാക്കിയിടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ മുകളിൽ, അതായത് ഹൈ റേഞ്ച് ഒക്കെ കയറുമ്പോൾ ഈ സ്റ്റിഫ്നെസ് വരുമല്ലോ. സ്റ്റിഫ്നെസ് വരുമ്പോൾ നമുക്ക് ആയാസം ഉണ്ടാവില്ല കറക്റ്റ്. അപ്പോൾ ഇതിങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ഷിഫ്റ്റേഴ്സ് അല്ലേ, ഇപ്പോൾ നമുക്ക് ഏത് ടെറൈനിൽ പോകുന്ന സമയത്തും ഷിഫ്റ്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ക്രാഡിയാക് സ്റ്റോമിൻ്റെ കേസിൽ ഷിഫ്റ്റേഴ്സിനെ പറ്റി എന്താ പറയുള്ളത്? ഈ ക്രാഡിയാക് സ്റ്റോമിൽ യൂസ് ചെയ്ത ഷിഫ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിമാനോ ക്യൂസിൻ്റെ ഷിഫ്റ്റേഴ്സാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആണ്. അതിപ്പോൾ നമ്മൾ ഏത് ടെറൈനിൽ പോകുന്നില്ലെങ്കിലും, അതായത് ആ ടൈമിങ്ങിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത്, ആ ട്രാൻസ്മിഷൻ പ്രോപ്പറാണ് ഇതിൻ്റെ. പിന്നെ ഇതിപ്പോൾ നമുക്ക് ഈസി ടു ഫിക്സ് ചെയ്യുന്നുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഇത്രയും സ്പെസിഫിക്കേഷനൊക്കെ ഉള്ള ബൈക്ക് വാങ്ങിക്കുമ്പോൾ ഭയങ്കര പ്രൈസി ആയിരിക്കും. അപ്പോൾ ക്രാഡിയാക് സ്റ്റോം എടുത്തപ്പോൾ ബ്രോക്ക് എന്ത് തോന്നി? നമ്മുടെ പോക്കറ്റ് കീറിയോ അതോ? ബ്രോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബഡ്ജറ്റാണ്. അപ്പോൾ ഞാൻ ഒരു സൈക്കിൾ അന്വേഷിച്ച് ഞാൻ നടന്നപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ഡൗട്ട് അടിച്ച് ഞാൻ നിന്ന് പോയി കുറച്ച് സ്ഥലങ്ങളിൽ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് വന്ന് ക്രേഡിയാക് കണ്ടു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാവരും, അതായത് പാർട്സിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് എല്ലാ പക്ക ക്വാളിഫൈഡ് ആയിട്ടൊരു പ്രീമിയം ലുക്കിലാണ് ഈ സൈക്കിൾ വന്നേക്കുന്നത്. അപ്പോൾ എനിക്കെന്തുകൊണ്ടും ഞാൻ ഇതന്നെ ചൂസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് റൈഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ കാണാം മൂന്നാർ പോയിട്ട് റൈഡ് ചെയ്യണോ, അതുവരെ അവർ കൊണ്ടുവന്ന് കാറിൽ ക്യാരി ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ക്രാഡിയാക് ബൈക്സ് പലതും ഇങ്ങനെ കാറിൻ്റെ ബാക്കിൽ ക്യാരിയറിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുപോകാൻ ഈസിയാണോ ഈ സംഭവം? അതെ, ഇത് വളരെ ഈസിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിലും ബാക്കിലും വീലിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ക്വിക്ക് റിലീസ് ആക്സിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അഴിക്കാനും പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യാൻ എളുപ്പം. ഒരാളെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരാളെ കൊണ്ട് ഈസിയാണ്, അതായത് 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ടുള്ളിൽ നമുക്ക്
കാറിൽ സെറ്റ് ചെയ്യാം സൈക്കിൾ. ഇപ്പോൾ വണ്ടി സൈഡിൽ നിന്ന് ഋഷി കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഓടിച്ചു ഞങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വണ്ടിയിൽ കുത്തി മറിയുന്നുണ്ട്, എന്നാലും ഋഷി കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. കമ്പനി സൈഡിൽ നിന്ന് ഉള്ള ഒരു ഫീഡ്ബാക്ക് എന്താ? കമ്പനീനെ പറ്റി പറയുമ്പോൾ ഇതിപ്പോൾ കമ്പനി സൈഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈസി ടു ഫിക്സ് ചെയ്യുന്ന സെറ്റപ്പിലായിരുന്നു. പക്ഷെ അത് നമുക്ക് അങ്ങനെ നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അത്രയും അങ്ങനെയാണ് അവരുടെ സിസ്റ്റം. അങ്ങനെയാണ് അവരുടെ സിസ്റ്റം. ഓക്കെ. പിന്നെ അവർക്ക് ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ടാമ്പറും കാര്യങ്ങൾ, അതിൻ്റെ ടെമ്പറും കാര്യങ്ങളൊക്കെ അതവർ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കി ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങളിങ്ങനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അതല്ല വണ്ടി ഇങ്ങനെ നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവീസിനൊക്കെ വേണ്ടിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണ്? ഇവരിപ്പോൾ ഹോം സർവീസ് നടത്തുന്നുണ്ട്, അതായത് വീട്ടിൽ വന്ന് സർവീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കണ്ട. പണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? മുന്നേ അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് സൈക്കിൾ കൊണ്ട് അങ്ങോട്ട് പോകണമായിരുന്നു. അങ്ങനെ പോകണം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, അതായത് ഇപ്പോൾ അവർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് സർവീസ് ചെയ്ത് തരും. അപ്പോൾ നമുക്കിപ്പോൾ ഇതിന് വേണ്ടി ഒരു സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ വലിയ വലിയ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ല, ഒരു ദിവസം തന്നെ മാറ്റി വയ്ക്കേണ്ടി വരില്ലേ. അതാകുമ്പോൾ ഇതൊരു നല്ലൊരു അഡ്വാൻറ്റേജാണ് ഈ ക്രേഡിയാക്കിൻ്റെ കസ്റ്റമർ സർവീസിൽ നിന്ന്. അവർ ഡയറക്റ്റ് വീട്ടിൽ വന്നിട്ട് വണ്ടി സർവീസ് ചെയ്യും. നമ്മൾ കൊടുത്തിട്ട് 3-4 ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഒറ്റ ഡേയിൽ തന്നെ എല്ലാ കാര്യം നടക്കും. ഓക്കെ, അടിപൊളി. ഇപ്പോൾ ഋഷി പറഞ്ഞു ചെറുപ്പത്തിൽ ഋഷി ബാക്കി 2 പേര് അല്ലെ നെയ്ബേഴ്സ് 2 പേര് അവർ ചെയ്യുന്നത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് സൈക്ലിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതല്ല. ഇപ്പൊ പുതുതായിട്ട് ഒരാൾ സൈക്കിളൊക്കെ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ക്രാഡിയാക്ക് സജസ്റ്റ് ചെയ്യോ? വൈ? ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം വേറൊന്നും ഉണ്ടല്ല, നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ തന്നെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു പ്രീമിയം സ്പെക്കിൽ തന്നെ സൈക്കിൾ കിട്ടും. അപ്പോൾ അതന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒരു ചെറിയ വളർന്നു വരുന്നൊരു അത്ലറ്റിനായി കഴിഞ്ഞാൽ ചെറിയൊരു സ്പെക്കിൽ അല്ല, അത് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല വലിയൊരു സ്പെക്ക് ഉണ്ടെങ്കിൽ അവൻ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് കാര്യങ്ങൾ, അഡ്വാൻസ്ഡ് ട്രിക്സുകളൊക്കെ പഠിക്കാൻ പറ്റും. അത് കുറച്ചും കൂടി നല്ലതാണ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്.